അസ്സലാമു അലൈക്കും. ദിയൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് റവയായിട്ട് നല്ലൊരു ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ സമയം കളയാതെ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലൊരു സ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് റവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് റവയും നെയ്യും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. എൻ്റെ ഈ ഒരു ചാനൽ പുതുതായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ ഇതാ ഈ നെയ്യിൽ റവ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഒരു ക്രിസ്പി പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവം വേണം കിട്ടാൻ വേണ്ടിയിട്ട്. ഈ സമയം ഇതിലേക്ക് ഒരു തേങ്ങയുടെ പകുതി ഭാഗമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയും കൂടിയും ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. റവ വെച്ചിട്ട് ഒന്നും ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ പോലും ഇതുപോലൊരു ഹൽവ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇഷ്ടമാവും കേട്ടോ. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരപ്പാനിയാണ്. 3 അച്ച് ശർക്കരയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് പാനിയാക്കിയിട്ട് എടുത്തതാണ് കേട്ടോ ഇത്. എല്ലാം കൂടിയിട്ട് ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കരുത്. ഇതേപോലെ കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ബാക്കിയുള്ള ശർക്കരപ്പാനിയും കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഇത് കുറുകി കിട്ടാൻ ഒരുപാട് ടൈമൊന്നും എടുക്കില്ല കേട്ടോ. ആകെ 1-2 മിനിറ്റ് ആകുമ്പോഴത്തേന് തന്നെ ഇത് നന്നായിട്ടൊന്ന് കുറുകി കിട്ടും. ഇപ്പോൾ അതാ നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം ഇങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഞാനിതിൽ കുറച്ച് നെയ്യും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ 1 സ്പൂണും കൂടിയും ചേർത്ത് കൊടുക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നെയ്യുടെ ഫ്ലേവർ. അതുകൊണ്ട് ഞാൻ 1 സ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു കേക്ക് ടിന്നിലേക്ക് ഞാൻ കുറച്ചും കൂടി നെയ്യ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം എല്ലാതും അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ അതാ നമ്മുടെ റവ വെച്ചിട്ടുള്ള ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.